അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ നിത്യ മേനോൻ. 30 ഇയേഴ്സ് തികയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഒരു കാലത്ത് ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞാൽ, ഒരു കാലത്ത് നിങ്ങളെ ഞാൻ വളരെ ജീവന തുല്യം വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് നിങ്ങൾ സ്റ്റോക്കിംഗ് എന്ന് വിളിച്ചത്. എനിക്ക് ഇപ്പോൾ വേണേൽ സ്റ്റോക്ക് ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ താല്പര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു. നിങ്ങളോട് എനിക്കിപ്പോൾ സ്നേഹവും ഇല്ല, ദേഷ്യവും ഇല്ല. നിങ്ങളിവിടെ വന്ന് എന്നെക്കുറിച്ച് മീഡിയയോട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആരാണെങ്കിൽ മനസ്സിലായത്. അതോടെ എൻ്റെ ഇമേജ് മോശമായി. ഞാൻ സ്റ്റോക്കറായി, ഒരു മോശക്കാരനായി മാറിയാണ്. ഇനിയൊരു കാലത്ത് ട്രൂ ലവ് ഒന്നും സർവൈവ് ഇല്ല എനിക്കറിയാം. എൻ്റെ ഭാഗത്തുനിന്ന് ട്രൂ ലവായിരുന്നു. ആൾക്കാർ കളിയാക്കുന്ന വളരെ ലെസ് ലവലായിരുന്നു. വളരെ നിങ്ങളെ വേറെ രീതിയിൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ വളരെ നല്ല രീതിയിലാണ് കണ്ടത്. വളരെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. ഇപ്പം എനിക്ക് വിഷമവും ഇല്ല, നിങ്ങളുടെ എനിക്ക് സ്നേഹവും ഇല്ല, ദേഷ്യവും ഇല്ല. നിങ്ങളിനി എൻ്റെ പുറകെ വന്നാൽ പോലും എനിക്ക് താല്പര്യമില്ല. I am deeply hurt in your case and I lost my love towards you. മനുഷ്യരുടെ ലവ് പെയിൻഫുള്ളാണ്. വിഷമിച്ച് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ചിരിയായി. ശരി, പുതിയ ജനറേഷൻ എല്ലാവർക്കൊന്നും ട്രൂ ലവ് ഇല്ല. ഇന്നൊരാൾ നാളെ വേറെ ആൾ. അതാണ് നിങ്ങളുടെ നെയ്ബർ എന്ന് പറഞ്ഞത്. നിങ്ങളൊരു ഫൂളാണ്, ഞാൻ ഫൂളാണ്. ഇന്ന് മോഡേൺ കാലത്ത് ഇന്നൊരാൾ നാളെ വേറൊരാൾ. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. വളരെ ആത്മാർത്ഥമായി നിങ്ങളെ ഞാൻ സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ കഷ്ടപ്പെട്ട് പിരമിഡും തിരുവനന്തപുരത്തും ബാംഗ്ലൂരെല്ലാം വന്നത്. ഒരു ഫോൺ കോൺടാക്ട് വെക്കാൻ പോലും നിങ്ങൾ തയ്യാറായിരുന്നില്ല. ഞാനിപ്പോൾ സ്റ്റോക്കറായി. ഒറ്റ കാര്യം ചെയ്യല്ലോ, നിങ്ങളെ വളരെ സെൻസറായി ആത്മാർത്ഥമായി സ്നേഹിച്ചു. മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അതിന് ഞാൻ അനുഭവിക്കുന്ന മുന്നേ അനുഭവിച്ചു. എനിവേ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല, സ്നേഹവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ വഴി, ഞാൻ എൻ്റെ വഴി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്.